കളനാശിനിയുടെ ഗുണങ്ങൾ എന്താണ്, ദൂഷ്യങ്ങൾ എന്താണ്, അത് ഏത് രീതിയിൽ അത് പ്രവർത്തിക്കുന്നു, കളനാശിനി എത്ര വിധമുണ്ട്, കളനാശിനി മണ്ണിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണുമായിട്ട് യോജിക്കുമോ, വായുവായിട്ട് പ്രവർത്തനം ഉണ്ടാകുമോ, രോഗങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സാർ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരിക. ഇനി ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം, ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ചെന്ന ആ വർഷം മുതൽ, അതായത് 71 മുതൽ കളനാശിനി പ്രയോഗം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൂപ്പർവിഷനൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ എത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി കാളകെട്ടി എന്ന സ്ഥലത്ത് കൊട്ടാരത്തിൽ ബേബി സെബാസ്റ്റ്യൻ എന്ന കർഷകൻ്റെ അടുത്താണ്. ഞാനിവിടെ വരാനുള്ള കാരണം, ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ഇരട്ടക്കൊമ്പൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് കളനാശിനിയുടെ ഗുണങ്ങളും ദൂഷ്യങ്ങളും പറ്റി. അതിനകത്ത് ഒരു കമൻറ്റ് കിട്ടും, സാറിന് 80 വയസ്സ് പ്രായമായി 50-55 വർഷമായിട്ട് ഈ കളനാശിനി ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതേപ്പറ്റി നമുക്ക് വിശദമായിട്ട് സാറൊന്ന് പറഞ്ഞു തരിക. എത്ര നാളായി കൃഷിയിലേക്ക് വന്നിട്ട്? ഞാൻ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം ജോലിയിലായിരുന്നു. എന്ത് ജോലിയായിരുന്നു? മൂന്നാർ കണ്ണൻദേവൻ കമ്പനിയിലെ ഫീൽഡ് ഓഫീസറായിട്ട് ജോലി ചെയ്തു. മൂന്നാർ കണ്ണൻദേവൻ കമ്പനിയിലെ ഫീൽഡ് ഓഫീസറായിട്ട് എത്ര കാലം? 50-20 വർഷക്കാലം. സാറിന് നല്ല കാലം, അതായത് ഒരു 40-50 വയസ്സ് വരെ പറഞ്ഞാൽ അവിടെ ആയിരുന്നു. അതെ. അവിടുന്ന് ഞാൻ കുറച്ച് നേരത്തെ പോന്നു. വന്ന് കാളകെട്ടിൽ കൊട്ടാരത്തിൽ ഇലക്ട്രിക്കൽസ് എന്നുള്ള സ്ഥാപനം ഇവിടെ നടത്തി. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ കൃഷി കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഒരു ബിസിനസ്സുകാരനും ഒരു കർഷകനുമായിട്ട് എൻ്റെ കാലം ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദീർഘകാലവും ഈ ടാറ്റാറ്റി ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അവിടുത്തെ ചെറിയ അനുഭവങ്ങളൊന്ന് പറയാൻ പറ്റും? ടോം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ടോം ചോദിച്ചത്. അതായത് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ 24-ാം വയസ്സിൽ ഞാൻ ജോലി സംബന്ധമായി ഒരു യൂറോപ്യൻ കമ്പനിയിൽ, അതായത് മൂന്നാർ കണ്ണൻദേവൻ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അതെൻ്റെ ഒരു വലിയൊരു അനുഭവമാണ്. അവിടെ ചെന്നതോടുകൂടി പല കാര്യങ്ങൾ ഞാൻ ഒന്നാമത് ഡിസിപ്ലിൻ പഠിച്ചു, പഞ്ച്വാലിറ്റി പഠിച്ചു. കൃഷിയിൽ എല്ലാ കാര്യങ്ങളിലും ഇത് പഠിച്ചു. കൃഷിയിൽ പഞ്ച്വാലിറ്റി പഠിച്ചു, ഡിസിപ്ലിൻ പഠിച്ചു. ഇത് രണ്ടും ഇന്നില്ല, അതിൻ്റെ അപാകതയാണ് പറ്റുന്നത്. അത് പഠിച്ചതിൻ്റെ പേരിൽ അന്നു മുതൽ ഞാൻ അവിടെ ജോലി ചെയ്ത കാലവും അവിടുന്ന് ജോലിയിൽ നിന്ന് തിരിച്ച് വന്ന കാലവും ഞാൻ ഒരു ബിസിനസ്സുകാരന് അത് കഴിഞ്ഞായെങ്കിൽ പോലും ഞാൻ കൃഷിയിലും ഒരു വ്യാപിച്ച് നിന്ന ഒരാളാണ്. അപ്പോൾ ഈ കളനാശിനിയെ പറ്റി ഒന്ന് പറഞ്ഞേ. കളനാശിനിയുടെ പോയിന്റ് ആണ്. കളനാശിനി ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം, ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ചെന്ന ആ വർഷം മുതൽ, അതായത് 71 മുതൽ കളനാശിനി പ്രയോഗം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൂപ്പർവിഷനൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് മുതൽ അന്ന് ഗ്രമാക്ഷം എന്നുള്ള കളനാശിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 1971 മുതൽ കളനാശിനി ഉപയോഗിക്കുന്നുണ്ട്. കമ്പനി ഉപയോഗിക്കുന്നുണ്ട്. 1,35,000 ഏക്കറുള്ള കണ്ണൻദേവൻ കമ്പനി ഏതാണ്ട് 55,000 ഏക്കറോളം ടീ ഫീൽഡാണ്. ആ ടീ ഫീൽഡിൽ മുഴുവൻ ഇവരിത് ഉപയോഗിക്കുന്നു, കളനാശിനി ഉപയോഗിക്കുന്നു. അതായത് ഇന്ന് ഉപയോഗിക്കുന്ന ഗ്രാമോസോൺ തന്നെ അതിനെ ഉപയോഗിക്കുന്നു. ഓക്കെ. അതിൻ്റെ ഉപയോഗം അത് കഴിഞ്ഞ് ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞാനും ഇത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത്. സാറിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ ഒരു 75 മുതൽ ഞാൻ ഉപയോഗിക്കുന്നു. 75 മുതൽ സാറ് ഉപയോഗിക്കുന്നു. ഞാനത് അവിടുന്ന് അടിമാലിയിൽ നിന്ന് സാധനം. ഇപ്പം ഏജ് ഏകദേശം 80 ആകുന്നു. 79 വയസ്സായി. 80 ആകുന്നു. സാറ് ഉപയോഗിക്കുന്നു. സാറ് തന്നെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സാറ് തന്നെ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ഉപയോഗിക്കുന്നു. കൂടുതൽ അടിക്കേണ്ട സമയത്ത് ആരെങ്കിലും കൂടുതൽ ആളെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ എന്റെ സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കണ്ണൻദേവൻ കമ്പനിക്ക് ഉണ്ടായിട്ടില്ല. കണ്ണൻദേവൻ കമ്പനിയിലെ പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടേ ഉള്ളൂ. ഈൽഡ് പെർ ഏക്കർ കൂടിയിട്ടേ ഉള്ളൂ. ഇതിനുമായി ഒരു സെന്റ് സ്ഥലത്ത് എത്ര മില്ലി അടിക്കണമെന്നും സ്പ്രേ ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളും കമ്പനിക്ക് ഒരു മാനുവൽ കാണുമല്ലോ. ഉണ്ട്. സാറിന് അതേ പറ്റി നന്നായിട്ട് അറിയാമല്ലോ. എന്റെ ഓർമ്മയിൽ നിന്ന് അത് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. എന്നാൽ പോലും എന്റെ ഓർമ്മയിൽ നിന്ന് നമ്മൾ ഒരു വീപ്പ, ഇപ്പോഴത്തെ കണക്കിന് ഒരു വീപ്പ വെള്ളം ഒരു ഏക്കറിന് ഏതാണ്ട് മതിയാവും. 100 ലിറ്റർ 200 ലിറ്റർ. ശരിയാ. 200 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇപ്പോൾ ചേർക്കുന്ന കണക്ക് 1 ലിറ്റർ ഗ്രമോസോൺ ചേർക്കണം. 1 ലിറ്റർ ഗ്രമോസോൺ 200 ലിറ്റർ വെള്ളത്തിൽ 1 ഏക്കർ സ്ഥലത്തിൽ അടിക്കാം. സാധാരണ കളയാണ് അടിക്കാം.
ഇപ്പം ഭയങ്കരമായിട്ട് ഇത് അടിക്കുമ്പോൾ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകുന്നു, ആസ്മയുടെ ഒന്നും അടുത്ത ഒരു കിലോമീറ്റർ വരെ ജനം പറയുന്ന അടുത്ത വീടുകളിലെ പിള്ളേർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു, വായിൽ കൂടി ഇത് സ്പ്രെഡ് ചെയ്യുന്നു, കുടിവെള്ളത്തിലേക്ക് ഇത് ഒഴുകിച്ചാടുന്നു, ഇങ്ങനെയെല്ലാം ഉണ്ട്. സാറിൻ്റെയും ഈ ടാറ്റാ ടീയിലെ സ്റ്റാഫായിരുന്നല്ലോ, അപ്പോൾ സാറിൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഇതേപ്പറ്റി എന്ന് പറയും, ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു. അതായത് അവിടെയുള്ള ആൾക്കാർ ഈ കളനാശിനി അടിക്കാൻ പോകുന്ന തൊഴിലാളികൾ മിക്കവാറും അവർക്ക് ഈ 300 ദിവസത്തിൽ ഒരു 100-200 ദിവസം 100-150 ദിവസമെങ്കിലും അവർ കളനാശിനി അടിക്കുന്നവരാണ്. അവർ തന്നെ അടിച്ചോണ്ടിരിക്കും, അവർ തന്നെയാണ് അടിക്കുന്നത്. അവരെ അടിക്കുന്നു, അടിക്ക കഴിഞ്ഞിട്ട് കൈ കാല് കഴുകുന്നു, അവരുടെ ഡ്യൂട്ടി കളനാശിനി അടിക്കുകയാണ് ചെയ്യുന്നു. ഞാൻ ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ട്. ഞാൻ അവിടുന്ന് പോന്നെങ്കിലും അവിടുത്തെ കാര്യങ്ങളും അവിടെയുള്ള പഴയ ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട്. അതിൽ നിന്ന് ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവിടെ നമ്മുടെ നാടുമായിട്ട് പ്രത്യേകിച്ച് അവിടെ യാതൊരു വ്യത്യാസവും. ഞാൻ പ്രത്യേകം ചോദിക്കാൻ കാരണം കമന്റിൽ ഒരു പറഞ്ഞുകൊണ്ട് എൻഡോസൾഫൻ അടിച്ചു, അതുപോലെ തന്നെ കളനാശിനി അടിക്കുന്നത് കാരണം മുഴുവൻ ആൾക്കാർ മരിച്ചു വീഴാൻ സാധ്യത ഉണ്ടെന്നൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, കളനാശിനിക്കാരും നമുക്ക് ഒരു ബന്ധങ്ങളുമില്ല. എൻ്റെ അനുഭവത്തിൽ ഈ ഞാനിവിടെ കളനാശിനി അടിച്ചതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിനോ അങ്ങനെയുള്ളവർക്കോ യാതൊരു പ്രശ്നങ്ങളോ, അതുപോലെ അവിടെ തൊഴിലാളികൾക്ക് ഞാൻ അന്വേഷിച്ചെടുത്തെങ്കിൽ അതിന്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലാത്ത അസുഖങ്ങൾ വരുന്നു, അതിൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെയൊക്കെ മൂന്നാറൊക്കെ ചെരുവുള്ള പ്രദേശങ്ങളാണല്ലോ. അതെ, അപ്പം ഈ വെള്ളത്തിന്റെ ലഭ്യതയിൽ വെള്ളം ഒരുപാട് ഉള്ള നീർച്ചാലുകളുണ്ടല്ലോ, അവിടെ ഒന്നും തുടർച്ചയായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ കൂടിയ മാരകമായ വിഷങ്ങൾ നമ്മൾ വേറെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ശരീരത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ വെച്ച് നോക്കുമ്പോൾ, അതായത് ഞാൻ തന്നെ ഇപ്പം 4-5 ഗുളിക ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ വൈഫ് 6-7 ഗുളിക ഉപയോഗിക്കുന്നു പ്രമേഹത്തിനും. ആ ഗുളികകൾ നമുക്കത് ചെയ്യുന്ന ദോഷത്തിനേക്കാൾ ഒരിക്കലും ഒട്ടും കൂടുതൽ ഇതുകൊണ്ട് വരാനുള്ള സാധ്യതയില്ല. ഇത് കൂടുതൽ ദൂഷ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂറിയ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ മണ്ണിൽ കൊടുത്ത് വരുന്നില്ലേ, ഉണ്ട്. കളനാശിനേക്കാളും വിഷാംശം ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ അല്ലേ ശരിക്കും പറഞ്ഞല്ലേ. മണിപ്ലാന്റ്, ഇൻസുലിൻ ചെടിയെ, ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ അടിച്ചാലേ പോവുള്ളൂ. ഈ 2 നമ്മുടെ നാട്ടിൽ സാധാരണ ഉള്ളത്, അതല്ലാതെ വേറെ ഐറ്റംസ് വല്ലതും ഉണ്ടോ? ചില പുല്ലുകളുണ്ട്, പുല്ലുകൾ നമ്മുടെ ഇവിടെയുള്ള സാധാരണ പുല്ലുകളൊക്കെ ഈ മരുന്നിന് ഏതാണ്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഇഞ്ച വരെ പോകുന്നുണ്ട്. ഓർണമെന്റൽ ആയിട്ടുള്ള ചില പുല്ലുകളുണ്ട്. അത് നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ ലോണുകളിൽ അതാണോ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഹൈ റേഞ്ചിൽ ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് അവിടെ യൂറോപ്യൻസ് അവരുടെ ബംഗ്ലാവുകൾ ഭംഗിപ്പെടുത്താൻ വേണ്ടിയിട്ട് വിദേശത്തു നിന്നും കൊണ്ടുവന്ന കിക്കു ഗ്രാസ് എന്നൊരു പുല്ല് കൊണ്ടുവന്ന അവർ ലോണെല്ലാം നല്ല അലങ്കരിച്ചു, നല്ല നീറ്റാണ്. ആദ്യം അവർ ലോണൊക്കെ അലങ്കരിച്ചു, പിന്നെ അതിന്റെ വേസ്റ്റ് വന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ട് തോട്ടങ്ങളിൽ കടന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇപ്പം ഹൈറേഞ്ച് മുഴുവൻ ഈ സാധനം തോട്ടങ്ങൾ മുഴുവനുണ്ട്. അതിന്റെ പേര് കിക്കു ഗ്രാസ്. അതിന്റെ പ്രത്യേകത ഇതാണ്, അതിന്റെ റൂട്ട് ഏതാണ്ട് 3 അടി ആഴം വരെ പോകും. ഈ പുല്ലിന്റെ റൂട്ട് റബ്ബർ മരത്തിന്റെ അത്ര തന്നെ 3 അടി എന്ന് പറയുമ്പോൾ 1 മീറ്ററായി പോകും. 3-4. പിന്നെ ഈ ബാങ്കുകൾ, അതായത് ഇടിഞ്ഞു പോകുന്ന ഈ ഹൈറേഞ്ചിൽ ഇടിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിത് കുറച്ച് പിടിപ്പിച്ചു. കാരണം അത് ഡീപ്പ് റൂട്ടഡ് ആണ്, അതിന്റെ റൂട്ട് ഡീപ്പാണ്, 3 അടി ബലമാണ്. അങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അത് വ്യാപകമായി തോട്ടം മുഴുവനായി. പിന്നെ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രമാക്സോൺ പറ്റത്തില്ല, അന്ന് ഗ്ലൈസൽ ഇല്ല. ഗ്രമാക്സോൺ പകരം പിന്നെയുള്ളത് ഡൗപോൺ എന്ന് പറഞ്ഞൊരു പൗഡർ, ഡൗപോൺ. ആ ഡൗപോൺ എന്ന് പറയുന്ന പൗഡർ അടിച്ചാണ് അത് നശിപ്പിച്ചത്. നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് 3 ഇയർ പ്രോഗ്രാമാണ്. ഒരു വർഷം അടിച്ച് 2-3 റൗണ്ട് അടിക്കുന്നു, പിന്നെ അടുത്ത വർഷം 2-3 റൗണ്ട് അടിക്കുന്നു, 3-ാം വർഷം അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടാണ് അത് നശിപ്പിക്കാൻ പറ്റുന്നത്. എന്നാൽ പോലും അതിന്റെ ശകലം കടന്നാൽ അത് വീണ്ടും ഉണ്ടാകും. അപ്പം ഗുണത്തേക്കാളേറെ ദോഷം വന്ന ഒരു അവസ്ഥയാണ് അതിന്. അങ്ങനെ അനുഭവമാണ് എന്റെ നോട്ടത്തിൽ ഈ മണിപ്ലാന്റ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ കണ്ടെടുത്ത് തന്നെ അതിന്റെ ആ ഓവർ ഗ്രോത്ത് കണ്ടല്ലോ. പണ്ട് ഒരു ചെടിയാണെന്നും പറഞ്ഞിട്ട് നമുക്കൊരു ചുമല ചീര കൊണ്ടുവന്ന് ഇന്നത് തോട്ടങ്ങൾ മുഴുവൻ കയറിയിരിക്കുകയാണ്. അത് അടിച്ചാൽ പോകും. അപ്പൊ അങ്ങനെയും 1 മീറ്റർ വരെയും താഴ്ചയിലുള്ള പുല്ല് വർഗത്തിൽപ്പെട്ടതുണ്ട് നമ്മുടെ റേഞ്ചിൽ വന്ന്, കേരളത്തിൽ വന്ന്. അതിന്റെ പേരെന്നോട് പറഞ്ഞ് കിക്കു ഗ്രാസ്. ഓക്കെ, ഓർമ്മയിരിക്കണം, കിക്കു ഗ്രാസ്. ഇത് പ്ലാവ്, ഇത് തേക്ക്, കൊടിയ, ജാതിയ, ആനിയ, കാപ്പിയ, ഇല്ലി, ഈറ്റ, വാഴ, ഏറ്റവും വിഷാംശം എടുക്കാൻ സാധ്യത തൊട്ടേ പോകുന്ന സാധനമാണ് കരിയേപ്പ്, അൾറാന്ത്ര.
പുളിയ നാരകം എല്ലാം നിൽപ്പുണ്ട്. സാർ ഈ 50 വർഷമായിട്ട് അല്ലേ 50 വർഷമായിട്ട് ഇതിനകത്ത് കളനാശിനി ഉപയോഗിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം പൂർവാധിക ശക്തിയിൽ വരികയും ചെയ്തു. 3 മാസം കൂടുമ്പോൾ ഇവിടെ കളകൾ കയറുന്നുണ്ട്. അപ്പം സാറിൻ്റെ അനുഭവത്തിൽ കളനാശിനി അടിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന വലിയ ദൂഷ്യങ്ങളൊന്നും എൻ്റെ അനുഭവത്തിൽ ആ തരത്തിൽ യാതൊരു ദോഷവും എനിക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല. എൻ്റെ പറമ്പ് അതിനൊരു വ്യക്തമായ തെളിവായിട്ട് ഇവിടെ ഉണ്ട്. കുടിവെള്ളത്തിന്റെ കിണറിന്റെ ചൂട് വരെ അടിക്കുന്നുണ്ട്. കുടിവെള്ളത്തിന്റെ അത് കൂടുതൽ അവിടെ കള വളരുന്നില്ല. എങ്ങാനും ഉണ്ടെങ്കിൽ അടുത്തൊക്കെ അടിച്ചു പോകുന്നുണ്ട്. സാറിന്റെ അനുഭവത്തിൽ നാച്ചുറൽ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ കഴിക്കുന്ന ഗുളിക നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതിന്റെ ഒരു അംശം പോലും ഇതുകൊണ്ട് അവിടെ ചെല്ലുന്ന കൂടുതൽ വിശ്വാസമില്ല. സാറിനറിയാലോ, ഇത് കൂടുതൽ ദൂഷ്യമുള്ളവരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കൃഷിയിൽ. യൂറിയ, നൈട്രജൻ, യൂറിയ ഇട്ട് കൊടുത്താൽ ഞാൻ അറിയാലോ ആ പ്രദേശം മുഴുവൻ നശിച്ചു പോവാണ്. അത്രയും പോലും ഉപദ്രവം ഇവൻ ചെയ്യുന്നില്ല. എന്റെ കിണറിന്റെ ചുറ്റും ഒരു 10-15 മഴക്കുഴികളുണ്ട്. എല്ലാം ഞാൻ വെള്ളം പിടിച്ചിടുന്നു. അതിനകത്തെല്ലാം പള്ളിയിലെല്ലാം ഇതെല്ലാം കളകളുണ്ട്. ആ കളകളിൽ ഇത് തളിക്കുന്നുണ്ട്. കിണറാണ് ഇത്. ഏകദേശം 10 അടി അകലേ ഉള്ളൂ. ഇത് ന്യായമായിട്ടൊരു കുഴിയാണിത്. ന്യായമായ വലിപ്പമുണ്ട്. അതൊരു കുഴി, ഇതൊരു കുഴി, ഇതിന് ചുറ്റും കുഴി കുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കിണറ്റിലേക്ക് വെള്ളം, ഇത് നമ്മുടെ പഴയ കാലത്ത് പറയുന്ന മഴക്കുഴി. വെള്ളം കിണറ്റിലേക്ക് ഇറങ്ങി 10 അടി, അതായത് 3 മീറ്റർ 4 മീറ്റർ അകലത്തില്, ഏകദേശം 4 മീറ്റർ അകലം വരുന്നവരെ കുത്തിയിട്ടിരിക്കുക. അപ്പൊ ഇതിന്റെ മണ്ടയിൽ ഇതിപ്പം നല്ല തെളിഞ്ഞ നിൽക്കുന്നത്, അതായത് പുല്ല് പിടിച്ച് കിടക്കുന്നത്. ഇതിന്റെ മണ്ടയിൽ കൂടെയും കളനാശിനി അടിച്ചു വിടുന്നില്ല. ഞാൻ ഈ ചുറ്റുപാട് അവിടെ ഒക്കെ അടിക്കാറുണ്ട്. ഇത് കൊണ്ട് മൊത്തം അടിച്ചു വിട്ടേക്കും. 5 മില്ലി സാറിന് അടിക്കുന്ന പോലെ തന്നെ അടിക്കാറുണ്ട്. അതുകൂടെ കിണറുമായിട്ട് ഇത്ര അടുത്ത് കിണറിന്റെ തീരെ ചോട്ടിക്കൊണ്ട് അടിക്കാറില്ല. തേനീച്ചല്ലിരിക്കുന്നത്, തേനീച്ചയ്ക്കാണ് ഏറ്റവും വിഷയം ഉണ്ടാകുന്ന പറയുന്നത്. ഞാൻ ആ സുഹൃത്തുക്കളോട് ചോദിച്ചു, അവര് വേറൊരാൾ വെച്ചിരിക്കുന്നതാണ്, ഞാൻ ഈ കളനാശിനി അടിച്ച് തരട്ടെ എന്ന് ചോദിച്ചു. ഇതിനകത്ത് അവർക്ക് നടക്കാൻ സാധിക്കും. അടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ദോഷമുണ്ടെന്ന് കേട്ട്, കുഴപ്പമൊന്നുമില്ല, അടിച്ചോളാം. അവരങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷെ ദോഷമൊന്നും കണ്ടുമില്ല. 5 വർഷമായിട്ട് അവർ തേൻ എടുക്കുന്നുണ്ട്. 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് അവർക്ക് തേൻ കിട്ടാതെ പോയിട്ടുള്ളതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.